നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ ടിപ്പാണ്. പ്രധാനമായിട്ട് പിമ്പിൾസ് ഒക്കെ വന്ന് ഡാർക്ക് സ്പോട്ട് ഉള്ളവർക്ക്, ആക്നെ ഇഷ്യൂസ് ഉള്ളവർക്ക്, ഡെയിലി ടാൻ അടിക്കുന്നവർക്ക്, ഫേഷ്യൽ ഹെയർ പെട്ടെന്ന് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഡെഡ് സ്കിൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലൻ ടിപ്പാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഹെയർ ഒന്ന് ഒതുക്കി വെക്കാം. നമ്മൾ ഫേസിൽ എന്ത് തന്നെ ചെയ്യുമ്പോഴും ഹെയർ മസ്റ്റായിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കണം. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് അലോവേറ ജെല്ലാണ്. പിമ്പിൾസ് കൊണ്ട് സ്കിന്നിൽ ഉണ്ടാകുന്ന റെഡിഷ്നെസ്, ഇറിറ്റേഷൻസ് ഒക്കെ പെട്ടെന്ന് മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അലോവേറ ജെല്ല്. അതുപോലെ തന്നെ സൺബേണിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തതിന് ശേഷം 1 സ്പൂൺ അലോവേറ ജെല്ലാണ് എടുത്തത്. ഇനി നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആൽമണ്ട് ഓയിലാണ്. ഞാൻ കുറേ നാളായിട്ട് സ്കിന്നിൽ യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ എന്നുള്ളത്. സ്കിന്നിന് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഓയിൽ കൂടിയാണ്. ആൽമണ്ട് ഓയിൽ ഇല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം 1 സ്പൂൺ ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിലിൽ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സൂത്തനാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അലോവേറ ജെല്ലും ആൽമണ്ട് ഓയിലും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. സ്കിൻ ഈവൻ ടോൺ ആക്കാനും ഗ്ലോ ആക്കാനും ആക്നീസ് മാറ്റാനും അങ്ങനെ ഒരുപാട് യൂസസ് ആണ് ഈ മഞ്ഞൾപ്പൊടി കൊണ്ടുണ്ടാവുന്നത്. ഇത് വളരെ കുറച്ച് മാത്രം നമുക്ക് എടുത്താൽ മതി. ഇത്രയും മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതും കൂടി നമുക്ക് ആ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർക്ക് പ്യുവർ മഞ്ഞൾ അലർജി ആയിട്ടുണ്ട്, ഡെർമറ്റൈറ്റീസോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷനോ ഒക്കെ സ്കിന്നിൽ വരുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളവർ മഞ്ഞൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. മഞ്ഞളായതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പോകാൻ വലിയ പാടാണ്. അതുകൊണ്ട് എപ്പോഴും മഞ്ഞൾ കൊണ്ടുള്ള എന്ത് പരിപാടിയായാലും നമ്മൾ ഡ്രസ്സിലൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫായിട്ട് ചെയ്യാം. അപ്പോൾ ഫേസ് എല്ലാം ആദ്യം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമുക്ക് പതുക്കെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കിൻ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് യൂസ്ഫുള്ളാണ്. ചിലപ്പോൾ ഫസ്റ്റ് യൂസിലൊന്നും റിമൂവ് ആയി പോയില്ലെങ്കിൽ പോലും നമ്മളൊരു അടുപ്പിച്ചൊരു കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫേസിലെ ഹെയർ ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടുന്നത് പോലെ കാണാൻ സാധിക്കും. പിന്നെ ഇത് ആഴ്ച 2 തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 തവണയോ ഒക്കെ ചെയ്താൽ മതി. അടുപ്പിച്ച് എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് അധികമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ചില ഏരിയാസിൽ അധികമായിട്ട് ഹെയർ ഉണ്ടാവും. ഇപ്പോൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ചീക്സിൻ്റെ ഏരിയ, അതുപോലെ തന്നെ മൂക്കിൻ്റെ താഴെയൊക്കെ കുറച്ച് അധികമായിട്ട് ഹെയർ ഉണ്ടാവും. അപ്പോൾ ആ ഏരിയയിലൊക്കെ കുറച്ചൊന്ന് കട്ടിയോടുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് എൻ്റെ ഫേസിൽ ഞാൻ ഹെയർസ് കണ്ടിട്ടുള്ളത് ആ മൂക്കിൻ്റെ അവിടെയും മൂക്കിൻ്റെ താഴെ ഭാഗത്തൊക്കെയാണ്. എനിക്ക് ചെറുതായിട്ട് മീശയുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ അധികം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതൊരു ബോൾ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് 1 തവണയും കൂടി യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പം ഞാൻ അതെടുത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു 10 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫേസ് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആൽമണ്ട് ഓയിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഫേസ് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നല്ല പോലെ ഹൈഡ്രേറ്റ് ആവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ പ്രധാനമായിട്ടും ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിന്നിലെ ഡ്രൈനെസ് ഒക്കെ തന്നെ പെട്ടെന്ന് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതെനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഇത് വർക്കാവുന്നത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കും അതുപോലെ തന്നെ നോർമൽ സ്കിൻ ഉള്ളവർക്കുമാണ്. അപ്പോൾ ഓയിലി സ്കിൻ ഉള്ളവർക്കും ഞാനിത് പ്രിഫർ ചെയ്യുന്നില്ല. അല്ലാത്തുള്ളവർക്ക് ഇത് മസ്റ്റായിട്ടും യൂസ് ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.